السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. സഹോദരന്മാരെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വിശുദ്ധ ഖുർആനിലെ 110 അധ്യായമായ സൂറത്തുൻ നസ്ർ. വിശുദ്ധ ഖുർആനിൽ പൂർണ്ണമായി അവതരിപ്പിക്കപ്പെട്ട അവസാന സൂറത്തുകളിൽപ്പെട്ട ഒരു അധ്യായമാണിത്. ഈ സൂറത്ത് അവതരിക്കുന്നത് മക്ക പിടിച്ചടക്കിയതോടെ അറബികൾക്കിടയിലുണ്ടായിരുന്ന സംശയങ്ങൾ നീങ്ങി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയിച്ചാൽ അദ്ദേഹം സത്യപ്രവാചകനാണ് എന്ന് അറബികൾ നേരത്തെ വിശ്വസിച്ചിരുന്നു. ഇതിനുശേഷം ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇത് അള്ളാഹു നൽകിയ വലിയൊരു സഹായമായിരുന്നു. ഈ സൂറത്ത് കേവലം ഒരു വിജയത്തിന്റെ പ്രഖ്യാപനം മാത്രമല്ല, മറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ലോകത്തോട് അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തീകരിച്ച് വിടവാങ്ങാൻ സമയമായിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയും ഈ ആയത്തിലൂടെ ഈ സൂറത്തിലൂടെ അറിയിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഒരു ഹദീസിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു عنهما قال لما نزلت إذا جاء نصر الله والفتح قال رسول الله صلى الله عليه وسلم نعيت إلي نفسي. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത് അവതരിപ്പിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ വിയോഗം എന്നെ അറിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ സൂറത്ത് എന്നാണ് അവതരിച്ചത് എന്നതിൽ പ്രമുഖമായ രണ്ടഭിപ്രായങ്ങളാണുള്ളത്. അതിലൊന്ന് മക്ക വിജയത്തിന് മുമ്പ് ആ വിജയത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയായിക്കൊണ്ടാണ് ഇത് അവതരിച്ചത് എന്നാണ്. രണ്ടാമതൊരു അഭിപ്രായമുള്ളത് ഹിജ്റ 10-ാം വർഷം ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് അയ്യാമു തശ്രീഖിന്റെ മധ്യ ദിവസങ്ങളിൽ മിനായിൽ വെച്ചാണ് ഇത് അവതരിച്ചത്. പ്രവാചകന്റെ ദൗത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത് പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സ്വയം ബോധ്യപ്പെടുത്തുകയാണ്. ഈ അഭിപ്രായമാണ് കൂടുതൽ മുഫസ്സിറുകളും അംഗീകരിച്ചിട്ടുള്ളത്. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഹാദിഹി സൂറത്തു അലാമത്തുൻ അലാ ഖുർബി അജലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന النصر قد جاء والفتح قد تم ودخل الناس في دين الله فلم يبق إلا الرحيل إلى الله. ഈ സൂറത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുസ് അവസാനിക്കാറായി എന്നതിന്റെ അടയാളമാണ്. കാരണം അള്ളാഹുവിന്റെ സഹായം വന്നു കഴിഞ്ഞിരിക്കുന്നു, വിജയം പൂർത്തീകരിച്ചിരിക്കുന്നു, ജനങ്ങൾ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അള്ളാഹുവിലേക്ക് താങ്കൾക്ക് യാത്രയാകാം എന്നതല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല എന്നൊരു അറിയിപ്പാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അള്ളാഹു തന്റെ പ്രവാചകന് നൽകിയ വാഗ്ദാനം അഥവാ വിജയം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ആ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇനി അള്ളാഹുവിനെ സ്തുതിച്ചും കൊണ്ട് അള്ളാഹുവിലേക്ക് പാപമോചനം തേടിക്കൊണ്ടും അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കണം എന്ന ഒരു സന്ദേശമാണ് ഈ അധ്യായത്തിന്റെ അവതരണത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ. ഇതാ എന്ന് പറഞ്ഞാൽ ഒരു സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന, ഇരുന്നാൽ, ഇരിക്കുമ്പോൾ, അങ്ങനെയായാൽ ആ സന്ദർഭം എന്നർത്ഥം. ഇദാ ജാഅ വന്നാൽ, ഭാവി കാലത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ വരുന്ന ഒരു പ്രയോഗമാണ് ഇതാ എന്നുള്ളത്. ഇതിന് മറ്റൊരു രൂപവുമുണ്ട്. ഇതാ എന്നും ഇൻ എന്നും ഉപയോഗിക്കാറുണ്ട്. ഇൻ എന്നത് നടക്കാൻ സാധ്യതയുണ്ട്, എന്നാൽ അത് ഉറപ്പായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഇതാ എന്നത് തീർച്ചയായും നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ ജാ എന്ന് പറഞ്ഞാൽ ആ കാര്യം സംഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ അർത്ഥം, തീർച്ചയായും സംഭവിക്കുന്നതാണ്. ഇതാ ജാ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം
സഹായം വന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഈ ഒരു ഹർഫിനെ വിശദീകരിക്കുന്നത്, ഇദാ എന്നുള്ള ഒരു ഹർഫിനെ വിശദീകരിക്കുന്നത്, ഇദാ ലർഫു ലിമാ യുസ്തഖ്ബലു മിനസ് സമാൻ വഹിയ തദുല്ലു അല തഹ്ഖീഖ്. ഇദാ എന്നുള്ളത് ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അത് ആ കാര്യം ഉറപ്പായും തീർച്ചയായും സംഭവിക്കുമെന്ന് തെളിയിക്കുന്നതുമാണ്. ജാ എന്ന് പറയുമ്പോൾ വന്നു, ഇദാ ജാ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം. ഇദാ ജാ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം വന്നാൽ. ഇവിടെ നസ്റു എന്ന് പറഞ്ഞതിന്റെ കൂടെ തന്നെ അള്ളാഹുവിനെയും ചേർത്തു. അള്ളാഹുവിന്റെ സഹായം, ഒരു വിജയമുണ്ടാകുന്നത് മനുഷ്യന്റെ കഴിവ് കൊണ്ടല്ല. മനുഷ്യന് പ്രവർത്തിക്കാൻ സാധിക്കും, പക്ഷെ അതിന്റെ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത്, അതിന്റെ ഫലം പൂർത്തീകരിക്കുക എന്നുള്ളത് മനുഷ്യ കഴിവിൽ പെട്ടതല്ല. അതിന് അള്ളാഹുവിന്റെ സഹായം ആവശ്യമാണ്. മനുഷ്യന് മണ്ണിൽ വിത്തിറക്കാം, അത് മുളപ്പിക്കുവാനോ അതിൽ ഫലങ്ങൾ ഉണ്ടാക്കുവാനോ മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യമല്ല, അത് മനുഷ്യന് സാധ്യമാകുന്നതല്ല. അപ്പോൾ അതിന് അള്ളാഹുവിന്റെ സഹായം വേണം. അതുപോലെ തന്നെയാണ് ഏതൊരു കാര്യവും മനുഷ്യന് പ്രവർത്തിക്കാൻ മാത്രമേ കഴിയൂ. അതിന്റെ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് മനുഷ്യന്റെ കഴിവിൽ പെട്ടതല്ല. അതുകൊണ്ടാണ് ഇദാ ജാ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം വന്നാൽ, വൽ ഫത്ഹു, അതുപോലെ തന്നെ അവന്റെ വിജയവും, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ എന്ന് പറഞ്ഞത്. ഭൂരിഭാഗം മുഫസ്സിറുകളുടെയും അഭിപ്രായത്തിൽ ഇത് മക്ക വിജയം ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. മക്കയുടെ വാതിലുകൾ ഇസ്ലാമിന് മുന്നിൽ മലർക്കെ തുറക്കപ്പെട്ടു എന്നതിനാലാണ് ഇവിടെ ഫത്ഹ് എന്ന് വിളിക്കാൻ കാരണം അതിനെ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഫത്ഹ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിജയം അഥവാ മക്ക മുസ്ലിങ്ങൾ കീഴടക്കുന്നു എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. ഇവിടെ രണ്ട് പദങ്ങളുണ്ട്, നസ്ർ എന്നും ഫത്ഹ് എന്നും. എന്തുകൊണ്ടാണ് അള്ളാഹു നസ്ർ അതുപോലെ തന്നെ ഫത്ഹ് എന്നിങ്ങനെ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചത്? ഇതും മുഫസ്സിറുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നസ്ർ എന്നുള്ളത് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ നൽകുന്ന മുൻകൂട്ടിയുള്ള ഒരു സഹായമാണ്. ഫത്ഹ് ആകട്ടെ ആ സഹായത്തിന്റെ ഫലമായി രാജ്യം കീഴടക്കുന്നതും ജനങ്ങൾ സത്യത്തിലേക്ക് വരുന്നതുമായ അന്തിമമായ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അള്ളാഹുവിന്റെ സഹായം ഉണ്ടായതുകൊണ്ടാണ് മക്കാ രാജ്യം പ്രവാചകനും സ്വഹാബത്തിനും അതിനെ കീഴടക്കാൻ സാധിച്ചത് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തമ്മിലുള്ള ഒരു ചർച്ച ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ആയത്തിന്റെ ആന്തരാർത്ഥം മനസ്സിലാക്കാൻ ഈ ചർച്ച കൂടി നാം അറിഞ്ഞിരിക്കുന്നത് നന്നായി. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു മുതിർന്ന സഹാബികളുടെ കൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ ഇരുത്തി. അന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചെറിയ ആളാണ്, ചെറിയ കുട്ടി. ഇത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രമുഖരായ തലമുതിർന്ന വിവരമുള്ള വലിയ സഹാബാക്കളുടെ കൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ ഇരുത്തിയത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു ഈ സൂറത്തിനെ സംബന്ധിച്ച് അവരോട് ചോദിച്ചു, അഥവാ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് പറയുന്ന ഈ സൂറത്തിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ച സമയത്ത്, അള്ളാഹു നമുക്ക് വിജയം തന്നാൽ അവനെ സ്തുതിക്കണമെന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് അത് വായിക്കുന്ന പ്രഥമ വായനയിൽ കിട്ടുന്ന ആർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ഇതേ ചോദ്യം ചോദിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹുവ അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅലമഹു ലഹു. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുസ് അവസാനിക്കാറായി എന്ന അറിയിപ്പാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ അഗാധമായ അറിവിനെ ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. നമുക്ക് ജീവിതത്തിൽ എന്ത് വിജയമുണ്ടായാൽ അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. വിജയമുണ്ടാകുമ്പോൾ അഹങ്കരിക്കുകയല്ല വേണ്ടത്, മറിച്ച് അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുകയാണ് വേണ്ടത് എന്ന് ഈ ഒന്നാം ആയത്ത് നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ സഹായവും വിജയവും നിങ്ങൾക്ക് വന്നാൽ എന്നർത്ഥം. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അള്ളാഹുവിന്റെ ദീനിൽ, മതത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നതായി ജനങ്ങളെ നീ കാണുകയും ചെയ്താൽ, അള്ളാഹുവിന്റെ ദീനിൽ മനുഷ്യർ കൂട്ടം കൂട്ടമായി വരുന്നത് നീ കാണുകയും ചെയ്താൽ, വറഅയ്ത എന്ന് പറഞ്ഞാൽ നീ കണ്ടാൽ, കാണുകയും ചെയ്താൽ. ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത്. ആ ഒരു വലിയ മാറ്റം അഥവാ താങ്കളുടെ 23 വർഷക്കാലത്തെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ അധ്വാനത്തിന്റെ ഫലമായി അള്ളാഹു സുബ്ഹാനഹു തആല താങ്കൾക്ക് നൽകുന്ന ആ വലിയ ഒരു വിജയം, ആ മഹത്വം, അത് താങ്കൾ
കാണുകയും ചെയ്താൽ താങ്കൾ ചെയ്യേണ്ടത് താങ്കൾ കാണുകയും ചെയ്താൽ അന്നാസ എന്താണ് കാണുന്നത്? മനുഷ്യരെ യദ്ഖുലൂന ഫീ ദീനില്ലാഹ്, ആ മനുഷ്യരാകട്ടെ അള്ളാഹുവിന്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി പല സംഘങ്ങളായി ഒഴുകി വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ, പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങി ആ തുടക്ക കാലഘട്ടങ്ങളിൽ ആളുകളിൽ പലരും ഒറ്റപ്പെട്ട ആളുകൾ, വളരെ രഹസ്യമായി ആരും അറിയാതെ ഇങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കൂടിയത്. ഒറ്റപ്പെട്ട ആളുകളാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതിവിശേഷം പാടെ മാറിയിരിക്കുന്നു. ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ ബോധ്യമായി. പലരും അവർ മനസ്സിലാക്കി അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസം, തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പല ഇലാഹുകൾ വേണം, പല ശക്തികൾ വേണം, ലാത്തയും ഉസയും മനാത്തയും വേണം, വിഗ്രഹങ്ങളുടെ സഹായങ്ങൾ വേണം, അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ആളുകളുടെ ശുപാർശ ഉണ്ടായിരിക്കണം. ഇങ്ങനെ പല തരത്തിലുള്ള വിശ്വാസവും വെച്ച് പുലർത്തിയിരുന്ന ആളുകളായിരുന്നു അവർ. അവർക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശുപാർശകർ വേണം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരന്തരമായ പ്രബോധന പ്രവർത്തനം യാഥാർത്ഥ്യം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അവർക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഫലമായി പിന്നീടുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും മാറ്റിവെച്ചുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല, തങ്ങളെ സൃഷ്ടിച്ച സ്രഷ്ടാവായ അള്ളാഹുവിനെ മാത്രമാണ് തങ്ങൾ ആരാധിക്കേണ്ടത് എന്ന ദൃഢബോധ്യത്തോടുകൂടി ആളുകൾ ഈ സത്യം മനസ്സിലാക്കി അതിലേക്ക് ഒഴുകുകയാണ്. ദൂരദിക്കുകളിൽ നിന്ന് വിവിധ ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ ആ ഗോത്രങ്ങളെ ഒന്നടങ്കം ഉൾക്കൊള്ളുന്ന അവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കുന്ന ചില നേതാക്കന്മാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അയക്കുകയാണ്. അവരുടെ പ്രതിനിധിയായിട്ട് ഞങ്ങളെല്ലാം ഇത് അംഗീകരിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ഗോത്രങ്ങൾ, ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ, സമൂഹം ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മുഴുവൻ ജനങ്ങളും ഇതിലേക്ക് ആവേശഭരിതരായി അത്യുത്സാഹത്തോടുകൂടി യാതൊന്നിനെയും ഭയപ്പെടാതെ പൂർണ്ണമായ ആത്മാർത്ഥതയോടുകൂടി കടന്നു വരുന്ന രംഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്. അതാണ് ഒറ്റപ്പെട്ട ആളുകൾ, മുഴുവൻ ആളുകളും കൂട്ടം കൂട്ടമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് താങ്കൾ കാണുകയും ചെയ്താൽ ഇത് വലിയൊരു അനുഭൂതിയാണ്. ഒരു മനുഷ്യന്റെ ജീവിതകാലത്തുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നല്ല രൂപത്തിലുള്ള ഒരു റിസൾട്ട്, ഒരു ഫലം ഉണ്ടാകുന്നത്. ഏതൊരു മനുഷ്യനും അവന്റെ അധ്വാനത്തിന്റെ റിസൾട്ട് ഉണ്ടാകുവാൻ, അതിന്റെ ഒരു പൂർത്തീകരണം കാണുവാൻ അങ്ങേയറ്റത്തെ ആഗ്രഹം ഉണ്ടാകും. എത്രയോ പ്രവാചകന്മാർ നേരത്തെ പ്രബോധനം ചെയ്ത് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അവർ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രകാരത്തിൽ തന്നെ നിർവഹിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു വീഴ്ചയും ആരും വരുത്തിയിട്ടില്ല. പക്ഷേ ആ മാർഗത്തിൽ കൊല്ലപ്പെട്ടു പോയ ആളുകളുണ്ട്. അവർക്കതിന്റെ പ്രവർത്തനത്തിന്റെ റിസൾട്ടുകൾ ആസ്വദിക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ട്. ഒരാളെപ്പോലും കിട്ടാതെ, ഒരു അനുയായി പോലും ഇല്ലാത്ത ആളുകൾ, അങ്കുലി പരിമിതമായ ആളുകളെ മാത്രം ലഭിച്ച ആളുകൾ, ഇങ്ങനെയൊക്കെ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹം പ്രവർത്തിച്ച അധ്വാനത്തിന്റെ ഫലം നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുകയാണ്. ഇനി താങ്കൾ ഈ ദൗത്യവുമായി മുന്നോട്ടു പോകേണ്ട ആവശ്യമില്ല. താങ്കൾ നിർവഹിച്ചുകൊണ്ടിരുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ താങ്കൾ വളർത്തിയെടുത്ത ഒരു സമൂഹം യോഗ്യരായി ഇവിടെ ഉടലെടുത്തിരിക്കുന്നു, ഇവിടെ രൂപം കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾക്ക് ഇനി വിടവാങ്ങാം എന്ന് പറയുക, അതോടൊപ്പം തന്നെ താങ്കൾ അതിൽ സന്തോഷിച്ചുകൊള്ളുക എന്ന ഒരു അറിയിപ്പ്. എന്നിട്ട് പറഞ്ഞു ഇവിടെ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് എന്നതിനെ വിശദീകരിച്ചു. ഇതിലെ അഫ്വാജ് എന്ന പദത്തെ അദ്ദേഹം പറയുന്നത് അഫ്വാജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ സംഘങ്ങളായി. മക്കാ വിജയത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. എല്ലാ ഭാഗങ്ങളിൽ നിന്നും നിവേദക സംഘങ്ങൾ വന്ന് തങ്ങളുടെ ഇസ്ലാം പ്രഖ്യാപിക്കാൻ തുടങ്ങി. ആ ഒരു പ്രഖ്യാപനത്തെയാണ്, ഈ ഒഴുക്കിനെയാണ് അഫ്വാജ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. മക്കാ വിജയത്തിന് മുമ്പ് പല അറബ് ഗോത്രങ്ങളും പറഞ്ഞിരുന്നത് മുഹമ്മദിനെയും അദ്ദേഹത്തിന്റെ ജനതയെയും അഥവാ ഖുറൈശികളെയും നമ്മൾ വിട്ടേക്കുക, അദ്ദേഹം അവരെ വിജയിച്ചാൽ അദ്ദേഹം സത്യപ്രവാചകനാണ്. അതല്ല, ഖുറൈശികൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാലോ അദ്ദേഹം കള്ളവാദിയാണ് എന്നും മക്കയിലെ അറബികളായ ഖുറൈശികളല്ലാത്ത മറ്റു അറബികൾ
വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവരെ വിട്ടേക്കുക, അത് ഖുറൈശികൾ തമ്മിലുള്ള പ്രശ്നമാണ്, നമ്മൾ അതിൽ ഇടപെടേണ്ടതില്ല എന്ന രൂപത്തിൽ മാറി നിന്ന ആളുകളും അക്കൂട്ടത്തിലുണ്ട്. അവർ വിശ്വസിച്ചതാണ് ഇപ്രകാരം: മുഹമ്മദ് ഈ ഖുറൈശികളെ കീഴടക്കിയാൽ, വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സത്യപ്രവാചകനാണ്, യാതൊരു സംശയവും വേണ്ട, നമുക്കത് സ്വീകരിക്കാം. ഈ രൂപത്തിലായിരുന്നു അവരതിനെ കണ്ടിരുന്നത്. ഇപ്പോൾ മക്കയുടെ അധികാരം പ്രവാചകൻ പൂർണ്ണമായും ലഭിച്ചതോടെ അറബികൾക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയാണ് അഫ്വാജ് അഥവാ കൂട്ടം കൂട്ടമായി എന്നുള്ള ആ ഒരു പ്രയോഗമുണ്ടായത്. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. അടുത്ത ആയത്ത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഫസബ്ബിഹ് ആകയാൽ താങ്കൾ പ്രകീർത്തിച്ചു കൊള്ളുക, വാഴ്ത്തിക്കൊള്ളുക, ബിഹംദി റബ്ബിക നിന്റെ റബ്ബിനെ സ്തുതിച്ചും കൊണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ പ്രകീർത്തിച്ചു കൊള്ളുക. വസ്തഗ്ഫിർഹു അത് മാത്രം പോരാ, വസ്തഗ്ഫിർഹു അവനോട് നീ ഇസ്തിഗ്ഫാർ തേടിക്കൊള്ളുക, പൊറുക്കലിനെ തേടുകയും ചെയ്യുക. ഇന്നഹു കാന തവ്വാബ തീർച്ചയായും അവൻ അല്ലാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, ജനങ്ങൾ കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിൽ പ്രവേശിക്കുന്നത് താങ്കൾ കണ്ടാൽ ആളുകൾക്ക് ഈ കാര്യം ബോധ്യപ്പെടണം. തന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ ജനങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യർ അവന്റെ ഇഷ്ടദാസന്മാരായി മാറണം. അല്ലാഹു അല്ലാത്ത സകല ശക്തികളെയും വ്യക്തികളെയും അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം. ആരാധനകൾ പൂർണ്ണമായും അല്ലാഹുവിലേക്ക് മാത്രം വഴിതിരിക്കണം. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പൂർണ്ണ ഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അതിന്റെ ഫലമായി ജനങ്ങൾ ഒന്നടങ്കം അല്ലാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടാൽ, എങ്കിൽ താങ്കൾ ചെയ്യേണ്ടത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. തീർച്ചയായും താങ്കൾ ചെയ്യേണ്ട കാര്യം നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട്, തസ്ബീഹ് ചെയ്തുകൊണ്ട് അവനോട് പാപമോചനം തേടുക, അവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. തസ്ബീഹും തഹ്മീദും അഥവാ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് ഇത് രണ്ടും ഒന്നിച്ചു ചേർക്കുക. താങ്കൾ പ്രവർത്തിച്ചു, അതിൽ താങ്കൾക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിച്ചു. വിജയം എന്നുള്ളത് നിന്റെ കഴിവിൽപ്പെട്ട കാര്യമല്ല, മറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് നീ മനസ്സിലാക്കണം. ആ അനുഗ്രഹത്തിന് നീ നന്ദി കാണിക്കണം. ഈ രംഗത്ത് നിന്റെ പ്രവർത്തന മേഖലകളിൽ ഏതൊരു മനുഷ്യനും മാനുഷികമായ ചില പ്രയാസങ്ങൾ ഉണ്ടാകും, വികാര വിചാരങ്ങൾ ഉണ്ടാകും. അതിന്റെ ഫലമായി വല്ല അബദ്ധങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് പ്രവാചകന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. പ്രവാചകൻ പാപസുരക്ഷിതനാണ്, മഅ്സൂമാണ്. എന്നിരുന്നാൽ പോലും തന്റെ മനസ്സിൽ എന്തെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ പ്രയാസവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാതിരിക്കാൻ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമുദായത്തിന്, തന്റെ ഉമ്മത്തിന് മാതൃകയാവണം. ഒരു വിജയത്തെ എങ്ങനെയാണ് കാണേണ്ടത്? വിജയമുണ്ടാകുന്ന സമയത്ത് ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടാകും. അത് എങ്ങനെയായിരിക്കണം? ഇതിൽ ജനങ്ങൾക്കൊരു മാതൃക ലഭിക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ ഒരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിജയം എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? അതിന്റെ മാതൃക പ്രവാചകനിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം. ആ മാതൃകയാകട്ടെ ഏറ്റവും മഹത്തരമാണ്, മഹോന്നതമായ മാതൃകയാണ്. അതേതാണ്? അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക. മാത്രമല്ല, വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇതാണ് ആ ആഘോഷത്തിന്റെ, ആ വിജയത്തിന്റെ ഭാഗമായി നിർവഹിക്കുന്നത്. ആ വിജയം അങ്ങനെയാണ് ആഘോഷിക്കുന്നത്. ഇന്നഹു കാന തവ്വാബ തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരാൻ തയ്യാറാകുന്നു. അവനോടാണ് തേടേണ്ടത്, മറ്റൊരാളോടും തേടിക്കൂടാ എന്നൊരു സന്ദേശം കൂടി നൽകുന്നുണ്ട്. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അമറഹുല്ലാഹു ബിത്തസ്ബീഹി വൽ ഇസ്തിഗ്ഫാരി ഇൻദ തമാമിൻ നിഅമ, ഇൻദ തമാമിൻ നിഅമ ഇശാറത്തൻ ഇലാ അന്ന ഉംറുഹു ഖദ് ഇൻതഹാ. അനുഗ്രഹം പൂർത്തിയായ വേളയിൽ തസ്ബീഹും ഇസ്തിഗ്ഫാറും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ഇത് അദ്ദേഹത്തിന്റെ ആയുസ് അവസാനിച്ചു എന്നതിലേക്കുള്ള സൂചനയാണ്. ഒരു പ്രവർത്തനത്തിന്റെ പൂർണ്ണമായ അതിന്റെ ഒരു പൂർത്തീകരണം ഇവിടെ ദർശിക്കുവാൻ സാധിച്ചിരിക്കുന്നു. ഇനി താങ്കൾ ഈ കാര്യം നിർവഹിക്കേണ്ടതില്ല. ഒരു പുതിയ വിഭാഗം താങ്കൾ ഏറ്റെടുത്ത് നിർവഹിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ അനുയോജ്യരായ, പ്രാപ്തരായ ഒരു വിഭാഗത്തെ താങ്കൾ
വാർത്തെടുത്തിരിക്കുന്നു. അവരാ പ്രവർത്തനം ഭംഗിയായി നിർവഹിച്ചുകൊണ്ടു. താങ്കൾ തിരിച്ചു പോവുക, താങ്കളുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം ഏറ്റുവാങ്ങാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകിയ ആയുസ്സിനെ കുറിച്ചുകൂടി നാം ചിന്തിക്കണം. 63 വർഷക്കാലം. ഈ 63 വർഷം എന്നുള്ളത് വലിയൊരു പ്രായമല്ല എന്ന് നമുക്കറിയാം. ആ ആയുസ്സുകാലം ആരോഗ്യത്തോടുകൂടി, യാതൊരു മടുപ്പുമില്ലാതെ, പ്രയാസങ്ങൾ ഏതുമില്ലാതെ, ഒട്ടും അക്ഷമനാവാതെ, എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പരീക്ഷണങ്ങളെയും അതെല്ലാം വളരെ ഭംഗിയായി നേരിട്ടുകൊണ്ട് തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചു. ഇനി താങ്കൾ മടങ്ങിക്കൊള്ളുക എന്ന സന്ദേശമാണ് ഈ സൂറത്ത് നൽകുന്നത്. ഈ സൂറത്ത് അവതരിച്ച ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നമസ്കാരങ്ങളിൽ റുകൂഇലും സുജൂദിലും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന, നേരത്തെ സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് സുജൂദിലും റുകൂഇലും അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. ഈ ആയത്തിറങ്ങിയ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ചത് സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ വഗ്ഫിർലി, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ വഗ്ഫിർലി. ഞങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ പ്രകീർത്തിക്കുന്നു. അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതീവ വിനയത്തോടുകൂടി താഴ്മയോടുകൂടി റുകൂഇലും സുജൂദിലും പ്രാർത്ഥിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരം പ്രാർത്ഥിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിക്കുകയും ചെയ്യും. ഇത് നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന്, വിജയമുണ്ടാകുന്ന സമയത്ത് ഒരിക്കലും മനുഷ്യർ അഹങ്കാരികളായി തീരരുത്. ആ വിജയം തന്റെ മിടുക്കുകൊണ്ടാണ്, കഴിവുകൊണ്ടാണ്, തന്റെ അധ്വാനം കൊണ്ടാണ് എന്ന രൂപത്തിലുള്ള അഹങ്കാരം ഒരു മനുഷ്യനുണ്ടായിക്കൂടാ. മറിച്ച് ആ വിജയം അള്ളാഹുവിന്റെ സഹായമാണ്. അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും ഇതിനൊരു വിജയമുണ്ടാവുകയില്ലായിരുന്നു എന്ന തിരിച്ചറിവുണ്ടാവണം എന്നതാണ് ആ പാഠം. അതുപോലെ തന്നെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുക, വിനയപൂർവ്വം, ഗർവില്ലാതെ. വല്ല വീഴ്ചകളും പോരായ്മകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പാക്കണേ, എനിക്ക് പുറത്തു തരണമേ എന്ന് താഴ്മയോടെ വിനയത്തോടുകൂടി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാനുള്ള പാഠം. മക്ക വിജയത്തിന്റെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിച്ചത് തന്റെ ഒട്ടകപ്പുറത്ത് തലകുലിച്ചുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോടുകൂടിയല്ല, വിനയത്തോടുകൂടി ഏതൊരു മനുഷ്യനെയും ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒരു മാനസികാവസ്ഥയിൽ അങ്ങനെയാണ് പ്രവാചകൻ തന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്നത്. കാരണം താൻ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് അദ്ദേഹം ആട്ടിയോടിക്കപ്പെട്ടവനാണ്, ഹിജ്റ പോകേണ്ടി വന്നവനാണ്, പലായനം ചെയ്യേണ്ടി വന്നതാണ്. ഒരുപാട് മർദ്ദനങ്ങൾ, പ്രയാസങ്ങൾ, പീഡനങ്ങൾ, ബഹിഷ്കരണങ്ങൾ ഇതെല്ലാം മക്ക ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. കഷ്ടതകളും പ്രയാസങ്ങളും ദാരിദ്ര്യവും അതോടൊപ്പം തന്നെ ജനങ്ങളിൽ നിന്നുള്ള മർദ്ദനങ്ങളും ഒറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഇതെല്ലാം അനുഭവിപ്പിച്ച ഒരു ജനതയിലേക്കാണ് തിരിച്ചു വരുന്നത്. ഏതൊരു മനുഷ്യനും വിവേകം നഷ്ടപ്പെട്ട് വികാരത്തിന് അടിമപ്പെടുന്ന രംഗമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്വീകരിച്ച നിലപാടുകൾ, രീതികൾ ലോക ജനതയ്ക്ക് എക്കാലവും മാതൃകയാക്കാവുന്നതാണ്. ഏതൊരു ആഹ്ലാദ പ്രകടന സന്ദർഭങ്ങളിൽ, ഏതൊരു വിജയവും നാം ആഘോഷിക്കേണ്ടത് അതീവ വിനയത്തോടുകൂടിയായിരിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അഹങ്കരിക്കുകയല്ല വേണ്ടത്, വിനയാന്വിതരാവുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതയ്ക്ക്, ആ ജനതയോട് സ്വീകരിച്ച നിലപാടുകൾ, അവർക്കൊന്നടങ്കം മാപ്പ് നൽകിയത്, ഇതെല്ലാം ചരിത്രത്തിൽ തെളിഞ്ഞു കിടക്കുന്ന പാഠങ്ങളാണ്. അത് ഓരോ മനുഷ്യരും വിശ്വാസികളും അല്ലാത്തവർക്കും പാഠമാവേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി പഠിച്ച് മനസ്സിലാക്കി വിശുദ്ധ ഖുർആൻ അധ്യാപനങ്ങളിൽ നിന്ന് സംസ്കാരം ഉൾപ്പെടുത്തും യഥാർത്ഥ മനുഷ്യരായി ജീവിക്കുവാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.